അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഖമർ 40 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം നമ്മളെ മനസ്സിലുണ്ടാകണം. അത് സത്യത്തിനോടും പിന്നെ തെളിവുകളോടുമുള്ള മനുഷ്യൻ്റെ സമീപനമാണ്, തെറ്റായ സമീപനങ്ങൾ. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ അള്ളാഹു ചന്ദ്രൻ പിളർന്ന സംഭവം കൊണ്ട് തുടങ്ങി നൂഹ് നബി അലൈഹിസ്സലാം, ആദ് സമൂഹം, സമൂദ് ഗോത്രം, അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇത്രയും ചരിത്രങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യരെല്ലാ കാലത്തും തുടരുന്ന പിന്നെ സമീപനം ഒരേപോലെയാണ്. അവർക്ക് സത്യം കാണാതിരിക്കാനുള്ള കാരണങ്ങൾ ബേസിക്കലി ചരിത്രപരമായിട്ട് മനുഷ്യൻ്റെ തുടക്കം മുതൽ ഒന്ന് തന്നെയാണ് എന്നത് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അള്ളാഹു ഫകൈഫ കാന അദാബി വനുദുർ എന്നതും വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന രണ്ട് ചോദ്യവും ഈ സൂറത്തിൻ്റെ ഒരു സവിശേഷതയാണ്, റിപ്പീറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കാനുള്ള പിന്നെ ഖുർആൻ അതിൽ വരാനുള്ളൊരു കാരണം നമ്മൾ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഖുർആനിലാണ് അള്ളാഹു പറയുന്ന ഈ മുന്നറിയിപ്പുകൾ ധാരാളമായിട്ട് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഫിർഔൻ, മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെ ചരിത്രം ആയിരിക്കും. ആയത്തിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. 41-ാമത്തെ ആയത്ത്, വലഖദ് ജാഅ ആല ഫിർഔനൻ നുദുർ. വലഖദ് ജാഅ വന്നു, ആല ഫിർഔൻ. ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബം എന്ന അർത്ഥമുണ്ട്. പക്ഷേ പിന്നെ കുടുംബം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, എന്ന് വെച്ചാൽ രക്തബന്ധം മാത്രമല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ളൊരു കാറ്റഗറിയാണ് അടുത്ത അനുയായികൾ എന്ന് പറയുന്നതും. പിന്നെ അതേപോലെ തന്നെ വിശ്വാസത്തിലും പിന്നെ എല്ലാത്തിലും അദ്ദേഹത്തിനോട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ആൾ ഫിർഔനോട്, അവരെയാണ് ഖുർആനിൽ ആല ഫിർഔൻ എന്ന് പറയുന്നത്. ഈ ആല ഫിർഔൻ എന്നുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവും. അപ്പം വലഖദ് ജാഅ ആല ഫിർഔൻ, ഫിർഔൻ്റെ അടുത്ത് വന്നു എന്നും അല്ല ഇവിടെ പറയുന്നത്, ആല ഫിർഔൻ്റെ അടുത്ത് വന്നു എന്നുള്ളതാണ്. പിന്നെ ഫിർഔൻ്റെ അടുത്തും അവൻ്റെ അടുത്തുള്ളവരുടെ അടുത്തും എന്ത് വന്നു? നുദുർ, അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. 42-ാമത്തെ ആയത്ത് കദ്ദബു. അപ്പോൾ ഒരേപോലത്തെ സെയിം പ്രയോഗമാണ്. കദ്ദബു എല്ലാ സമൂഹങ്ങളെ കുറിച്ചും പറയുന്നത് അവരെന്ത് ചെയ്തു? തക്ദീബ് ചെയ്തു, കളവാക്കി. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ തെളിവുകളെ, എല്ലാത്തിനും കുല്ലിഹ, എല്ലാ തെളിവുകളെയും. ഫഅഖദ്നാഹും, അപ്പോൾ പിന്നെ പിടികൂടി. അപ്പം നാം അവനെ പിടികൂടി. അഹ്ദ അസീസിൻ മുഖ്തദിർ, ഭയങ്കര പ്രയോഗമാണ്. അഹദ ഏതുപോലത്തെ പിടുത്തം? അസീസ്. അൽ അസീസ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു നാമമാണ്. അള്ളാഹിൻ്റെ ഒരു നാമം മാത്രമല്ല, വളരെ പവറുള്ള അള്ളാഹിൻ്റെ ഒരു നാമമാണ്. അസീസ് എന്ന് പറയുന്നത് ഇസ് എന്നുള്ള റൂട്ടിൽ നിന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര ശക്തി, അജയ്യൻ, തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തി എന്ന അർത്ഥത്തിലാണ് അൽ അസീസ്. അതേപോലെ തന്നെ അന്തസ്, ഔന്നിത്യം, ഇസ്സത്ത് എന്നൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. മുഖ്തദിർ എന്ന് പറയുന്നത് ഖദീർ, അൽ ഖദീർ എന്നുള്ള അള്ളാഹിൻ്റെ പേരാണ്. അൽ ഖദീർ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശക്തി എന്ന അർത്ഥമുണ്ട്, കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഖദീർ എന്ന് ഉപയോഗിക്കുന്നത് കഴിവ് എന്ന അർത്ഥമുണ്ട്, എല്ലാത്തിനും കഴിയുന്നവൻ. അതേപോലെ തന്നെ ഖദർ എന്ന് പറയുന്നത് അളന്ന് നിർണ്ണയിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, മെഷർ ചെയ്യുക. അപ്പം എല്ലാം അളന്ന് മുറിച്ച് കറക്റ്റ് ആയിട്ട് ആസൂത്രണം ചെയ്യുന്നവൻ. അപ്പം ഫിർഔൻ്റെ അടുത്ത്, അപ്പം ഈ രണ്ടായത്തുകളിൽ ഫിർഔൻ്റെ മൊത്തം ചരിത്രം അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടാണ്. അപ്പം ഫിർഔൻ്റെ അടുത്ത് മുന്നറിയിപ്പ് വന്നു, ഫിർഔൻ്റെ അടുത്തും ആല ഫിർഔൻ്റെ അടുത്തും മുന്നറിയിപ്പ് വന്നു. അവരെന്ത് ചെയ്തു? അതിനെ കളവാക്കി. അള്ളാഹു അവരെന്ത് ചെയ്തു? അള്ളാഹു പിടിച്ചു എന്നല്ല, അൽ അസീസും ഖദീറുമായിട്ടുള്ള അള്ളാഹു എന്ത് ചെയ്തു? ഫിർഔനെ അവരെ ശിക്ഷ കൊണ്ട് പിടിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിട്ട് വിശദീകരിക്കുന്നത് പോലെ ഖുർആൻ്റെ ഓരോ സൂറത്തിനും ഓരോ ഫോക്കസാണ് ഉള്ളത്. ഈ സൂറത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് സത്യത്തിനോടുള്ള സമീപനം മാത്രമല്ല, സത്യത്തിനോടുള്ള സമീപനത്തിനോട് അള്ളാഹു എടുക്കുന്ന നിലപാട് എന്ന് വെച്ചാൽ രക്ഷയോ ശിക്ഷയോ അത് വളരെ അടുത്താണ് എന്ന മെസ്സേജ് ഈ സൂറത്ത് നിരന്തരം നൽകുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പറയുമ്പം
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൂന്നായത്തുകൾ കൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് സത്യം വന്നു, അദ്ദേഹം കളവാക്കി, അദ്ദേഹത്തെ ശിക്ഷിച്ചു. 3 ആയത്തുകളാണ്. സമൂദ് ഗോത്രം, ഇവിടെ നോക്കൂ, ഇവിടെ ഫിർഔനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കാൻ പോലും നിൽക്കുന്നില്ല. അവര് കളവാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തു, അവരെ പിടിച്ചു എന്ന് പറയുന്നത് ശിക്ഷയും രക്ഷയും, അള്ളാഹിന്റെ ശിക്ഷയും രക്ഷയും എത്ര അടുത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. ഖുർആനില് പിന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നും ഫിർഔൻ ആയിരിക്കും നമ്മളെ വിഷയം. ഖുർആനില് ഫിർഔനും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ അതിന് പല ഷെയ്ഡുകളുണ്ട്. എന്ന് വെച്ചാൽ പല രീതിയിലാണ് അള്ളാഹു പറയുന്നത്, പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സ്വഭാവം, അദ്ദേഹത്തിനെ കുട്ടി മുതൽ പ്രവാചകത്വത്തിലേക്ക് വരുന്ന ആ ഒരിത്, അദ്ദേഹത്തിന്റെ സമർപ്പണം, ത്യാഗം, അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഇത് വെച്ച് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ മാത്രം ആയത്തുകളുണ്ട്. രണ്ടാമത് മൂസാ നബി അലൈഹി ഇസ്ലാമും ഹിളറും തമ്മിലുള്ള ഒരു നമുക്കറിയാം സൂറ കഹഫിലുള്ള ഒരിത്. മൂന്നാമത് ബനൂ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മദീനയിൽ ബനൂ ഇസ്രായേലുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബനൂ ഇസ്രായേലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അള്ളാഹു ഈ കഥ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസക്തമായ കാര്യം, ബനൂ ഇസ്രായേലിനെ തന്നെ ഫിർഔന്റെ കൂടെയുള്ള ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കടൽ സംഭവത്തിന് ശേഷമുള്ള ബനൂ ഇസ്രായേലിന്റെ നിലപാടുകൾ രണ്ടായിട്ട് തന്നെ പഠിക്കാൻ മാത്രം ഉണ്ട്. എന്ന് വെച്ചാൽ ഫലസ്തീനിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ. അതേപോലെ ഖുർആൻ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഫിർഔൻ ആരാണ്, അദ്ദേഹത്തിന് സത്യത്തോടുള്ള നിലപാട് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് സത്യത്തിനെ നിഷേധിച്ചത്, ഈ വിഷയമൊക്കെ. അപ്പം ഇതിലെല്ലാം ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ക്ലാസ്സിൽ എല്ലാം വേറെ വേറെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ അള്ളാഹു ഫിർഔനെ കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഫിർഔന്റെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഈ ചരിത്രം പഠിക്കാനാണ് നോക്കുക. പിന്നെ ഫിർഔന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പലതരം വായനകൾ നടത്താവുന്നതാണ്. അതിൽ ഒരു വായന എന്ന് പറയുന്നത് ഫിർഔന്റെ ഒരു നിലപാടും ഒരു അധികാരം, അതിൻ്റെ അധീശത്വം ഒക്കെ ഖുറൈശി അവരുടെ തലവന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുക്കുന്ന നിലപാടുമായിട്ടൊക്കെ അത് പഠിപ്പിക്കാനാകാം അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഫിർഔനെ നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ വെക്കുന്നത്. രണ്ടാമത് ബനൂ ഇസ്രായേൽ എന്നൊരു കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ വിശ്വാസികളായിട്ടുള്ള കിതാബ് കിട്ടിയ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ പരാജയപ്പെട്ടു എന്നത് നമ്മളെ പഠിപ്പിക്കാനും കൂടി അത് ഒരു ആംഗിളാകാം. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹി സ്വലാമിയങ്ങളും നേർക്ക് നേരെ എടുത്തിട്ട് ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറേ ദൗർബല്യങ്ങൾ, അവരെങ്ങനെ അത് മറികടന്നു, അള്ളാഹുമായിട്ടുള്ള ബന്ധം, അവരനുഭവിച്ച വേദനകൾ, ഇതിലൊക്കെ കുറേ സാമ്യതകൾ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാകാം അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ ധാരാളമായിട്ട് ഖുർആനിൽ പറയും. നമുക്കറിയാം പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നത് ചരിത്രം പഠിപ്പിക്കാനല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നമുക്കും പാഠമായിട്ടാണ് ഓരോ പ്രവാചകന്റെ ചരിത്രവും അള്ളാഹു പറയുന്നത്. ഇനി ഈ പ്രവാചകന്മാരുടെ ഒരു സീക്വൻസ് നമ്മളെ മനസ്സിലുണ്ടാണ്. കാരണം നമ്മളിപ്പോൾ കുറേ പ്രവാചകന്മാരെ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആദൻ നബി അലൈഹിസ്സലാം, പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം, പിന്നെ ഹൂദ് നബി അലൈഹിസ്സലാം, പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ലൂത്ത് നബി അലൈഹിസ്സലാം. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പിന്നെ ഇസാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. അപ്പോൾ നമ്മളൊരു അതിൻ്റെ സീരീസിൽ അങ്ങനെ വരിക. പിന്നെ വരുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പോൾ ഇത് ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പറഞ്ഞു പോകുന്ന ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം, ഷുഹൈബ് നബി അലൈഹിസ്സലാം. എന്നിട്ടാണ് ആര് വരുന്നത്, മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും. ഇവർക്ക് ശേഷം പിന്നെ ഖുർആൻ പറയുന്നതാണ് ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, പിന്നെ ഈസ നബി അലൈഹിസ്സലാം. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. അതിൻ്റെ സീക്വൻസിൽ ഇങ്ങനെ ആകാം, ചരിത്രപരമായിട്ട് നമ്മളൊന്ന് സീക്വൻസിൽ പറഞ്ഞാൽ ഇങ്ങനെ ആകാം. ഫിർഔനെ നമ്മൾ ഖുർആൻ എങ്ങനെയാണ് ഫിർഔനെ പരിചയപ്പെടുന്നത് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ചരിത്രപരമായിട്ട് ഫിർഔൻ എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നതല്ല. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, ഒരാളെ പേരല്ല, ഒരു ടൈറ്റിലിന്റെ പേരാണ്, നമുക്ക് അറിയാവുന്നതാണ്. ആരായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലെ ഫിർഔൻ എന്നതിൽ കുറേ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ വളരെ പ്രബലമായ 2 അഭിപ്രായ വ്യത്യാസം, ഒന്ന് റംസീസ് രണ്ടാമനാണ് എന്നുള്ളതും, ഒന്ന് അദ്ദേഹത്തിന്റെ മകൻ മെർനപ്ത എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനാകാം. ഇതിൽ 2 അഭിപ്രായമാണ് ചരിത്രകാരന്മാർക്ക് ഉള്ളത്.
ഇവരുണ്ടായിരുന്നത് എവിടെയാണ് നമുക്കറിയാം, ഈജിപ്തിലാണ് ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ ഉണ്ടായെന്ന് മാത്രമല്ല, ഈജിപ്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിക്കും മുസ്ലിങ്ങളെക്കാൾ നമുക്ക് ഫിറൗനെ ശരിക്കും അവിടെ കുറേ ഫീൽ ചെയ്യും. അതിന് മാത്രം അവിടെ കുറേ ഇടുപ്പുകൾ അവിടെ കാണാൻ പറ്റും. ഇവരുടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1200 മുതൽ 1300 BC ആകാം കേട്ടോ. ഇതൊക്കെ ഒരു അനുമാനങ്ങളാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു, ഒരു സാമ്രാജ്യമായിരുന്നു അത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഇവർ വിട്ടേച്ചു പോയ അരുവികൾ, അവരുടെ തോട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആന്റെ പ്രയോഗമുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. 2 തരം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് കിബിത്തികളാണ്. ഖുർആൻ കിബിത്തി എന്ന് പറയുന്നില്ല, ചരിത്രത്തിന്റെ വായനയാണ്. കിബിത്തികൾ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ നേറ്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ ഈജിപ്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാർ. ഇത് ഫിറൗന്റെ അടുത്ത ആൾക്കാർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കിബിത്തികൾ എന്നുള്ള പേരിൽ പറയുന്നില്ല, പക്ഷെ ഖുർആന്റെ ഫിറൗന്റെ ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ബനി ഇസ്രായേലാണ്. നമുക്കറിയാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അവര് ഈജിപ്തിലേക്ക് ചേക്കേറി എന്ന് വെച്ചാൽ പലായനം ചെയ്ത് വന്നവരാണ്. ഇവരെയാണ് ഈ ഫിറൗൻ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തിയിരുന്നത് എന്നുള്ളത് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബനു ഇസ്രായേലിനെയാണ് എന്നുള്ളത്. ഫിറൗന് ഞാൻ പറഞ്ഞു, ആദ് സമൂഹം, സമൂത് സമൂഹം, ഓരോന്നിനെയും അള്ളാഹു ഖുർആൻ ഓരോ ക്യാരക്ടറാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിർഔന് ഏറ്റവും കൂടുതൽ അള്ളാഹു ഖുർആനിൽ ഫോക്കസ് ചെയ്യുന്നത് അധികാരമാണ്, സ്വേച്ഛാധിപത്യമാണ്. അതോറിറ്റേറിയൻ എന്ന് പറയില്ലേ, ഭയങ്കര ഏകാധിപത്യം, അങ്ങേയറ്റം അടിച്ചമർത്തുന്ന ഇതിനെയാണ് അള്ളാഹു. അതുകൊണ്ടാണ് ഫിർഔന് ഏകദൈവത്വം സത്യം കാണാതെ പോയത് എന്നും ഖുർആന്റെ ഒരു വിമർശനമാണ്. എന്ന് വെച്ചാൽ ഫിർഔനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് അധികാരം, ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫിർഔനെ വായിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട പാഠങ്ങൾ അധികാരം, രാഷ്ട്രീയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പാഠങ്ങൾ അതിലുള്ളതായിട്ട് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാമിന് 2 ദൗത്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ഖുർആനിൽ കാണാൻ പറ്റും. ഒന്ന് ഏകദൈവത്വം പറയലാണ്, 2 ബനു ഇസ്രായേലരെ ഈ അടിച്ചമർത്തലിൽ നിന്നും രക്ഷിക്കലാണ്. ഇതും ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനോട് പറയുന്നത് ഖദ് ജിഅ്തുക്കും ബയ്യിനത്തിൻ മിർ റബ്ബിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ റബ്ബിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവുമായിട്ടാണ് വന്നത്. അപ്പൊ അത് ഏകദൈവത്വത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് ഫഅർസിൽ മഇയ ബനി ഇസ്രായേൽ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ ബനി ഇസ്രായേലിനെ വിട്ടുതരണം. അപ്പൊ 2 ദൗത്യങ്ങളാണ്. ഒന്നെന്താണ്, അള്ളാഹ് ഏകനാണ് എന്ന് പഠിപ്പിക്കലാണ്. 2 അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ രക്ഷിക്കലാണ്. ഇത് 2ഉം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൗത്യമാണ്. ഖുർആൻ ഫിർഔന്റെ അധികാര ഘടനയെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ഫിർഔന്റെ അധികാര ഘടന അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, പവർ സ്ട്രക്ചർ. അതിൽ ഒന്നാമത്തെ പവർ സ്ട്രക്ചറാണ് ആല ഫിർഔൻ. ആല ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്ന് വെച്ചാൽ ഫിർഔൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കുടുംബം പോലെ, കുടുംബം മാത്രമല്ല കുടുംബം പോലെ ഫിറൗന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. കാരണം നമ്മൾ സൂറ ബക്കറ എടുത്തിട്ട് വായിക്കുമ്പം ആദ്യം നമ്മൾ കാണുന്ന, ആദ്യമാണോ രണ്ടാമതാണെന്നൊരു സംശയമുണ്ട്. ആദ്യം ബനു ഇസ്രായേലിനോട് അള്ളാഹ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇത് നജ്ജൈനാക്കും, അതായത് ബനു ഇസ്രായേലിനോട് ഓർക്കാൻ പറയാണ് നിങ്ങളുടെ അനുഗ്രഹം. ഇത് നജ്ജൈനാക്കും, നിങ്ങളെ ഞാൻ രക്ഷിച്ചു. എന്ത്? മിൻ ആലി ഫിർഔൻ എന്നാണ്. ഫിർഔന്റെ അടുത്ത് രക്ഷിച്ചു എന്നല്ല പറയുന്നത്, ആലി ഫിർഔന്റെ അടുത്ത് രക്ഷിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഫിർഔൻ മാത്രം, നമ്മൾ ഫിർഔനെ മാത്രം, ഫിർഔന് ഭയങ്കര പ്രശ്നക്കാരൊക്കെ തന്നെയാണ്, പക്ഷെ ഫിറൗനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് മാറ്റി നിർത്തുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ആലി ഫിറൗന്റെ അടുത്ത് നിങ്ങളെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. യസൂമൂനക്കും സൂ അൽ അദാബ്, അവരാണ് എന്ത് ചെയ്തത്, ആ ജനതയെ അടിച്ചമർത്തിയത്. ആലി ഫിറൗനാണ് ജനതയെ അടിച്ചമർത്തത്. ഫിറൗനോട് ഇഷ്ടം വരാൻ തുടങ്ങിയിട്ടില്ലായിട്ടുണ്ട്. ഇത് എന്തിനാണുള്ള പറയുന്നത് ഞാൻ വിശദീകരിക്കാം. എൻ്റെ ഒരു വായന നിങ്ങൾക്ക് വിശദീകരിക്കാം. ഇതാണ് ഒന്നാമത്തെ പവർ സ്ട്രക്ചർ, ആലി ഫിർഔൻ. രണ്ടാമത് മല ആണ്. മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണിമാര്, ഉന്നതര്, പ്രമുഖർ, അധികവും ധനികരായ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഫിർഔന്റെ വളരെ അടുത്ത് നിന്നുകൊണ്ട് സമൂഹത്തിലെ പ്രമാണിമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു പ്രമാണിമാർ ആരൊക്കെയാണോ അവരൊക്കെ വളരെ പണക്കാരായിട്ടുള്ള ഇവരാണ് ഖുർആൻ പരാമർശിക്കുന്ന രണ്ടാമത്തെ ആൾക്കാർ. ഇവരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഫിർഔൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട് മലയിനോട്. എന്ന് മാത്രമല്ല സൂറ അറാഫിൽ സുമ്മ ബഅസ്നാ മിൻ ബഅദിഹിം മൂസാ ബി ആയാതിന ഇലാ ഫിർഔന വ മലഇഹി എന്നാണ് പറയുന്നത്.
മൂസാ നബി അലൈഹി സ്വലാം 2-3 സ്ഥലത്ത് ഖുർആൻ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം ആയാത്തും കൊണ്ടുവന്നത് ഫിർഔന്റെ അടുത്ത് മാത്രമല്ല, ഫിർഔന വ മലഇഹി, അവന്റെ ഈ ഉന്നതരായ ആൾക്കാരുടെ അടുത്തും കൂടിയാണ് വന്നത് എന്ന് പറയുന്ന കാണാൻ പറ്റും. പിന്നെ ഈ ഫിർഔനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു രംഗം പറയുന്നുണ്ട്. വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ, ഫിർഔനോട് ആര് പറയുന്നുണ്ട്? ഈ പറയുന്നുണ്ട്, അതദറു മൂസ വ ഖൗമുഹു ലിയുഫ്സിദു ഫിൽ അർള്, നീ മൂസനെയും ഇങ്ങനെ വെറുതെ അയച്ചു വിടുകയാണോ? അവരെ പിടിച്ചു വെക്കണം. അപ്പൊ ആരാ പിടിച്ചു വെക്കുന്നത്? ഫിർഔനാണ് പിടിച്ചു വെക്കുന്നത്. ആരാണ് അതിനുള്ള ഇത് കൊടുക്കുന്നത്? ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? അപ്പൊ ഫിർഔന്റെ കൂടെ ആല ഫിർഔന നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്നമാക്കണം. പ്രശ്നക്കാരാണ്. മൂന്നാമത് ഒരാളെ കുറിച്ച് പറയുന്നത് ഹാമാനാണ്. ഹാമാൻ എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. ഇതും ഖുർആൻ പറയുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, ഖുർആൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞിട്ട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടല്ല, എന്തോ ഒരു കാര്യം സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാമാനെ ഖുർആൻ 6 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെസ് ചെയ്യുന്നുണ്ട്. മലയിനെ നിരന്തരമായിട്ട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പം ഹാമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്ററാണ്. പിന്നെ ഫിർഔന്റെ കൂടെ അള്ളാഹ് മെൻഷൻ ചെയ്യുന്ന ഒരാളാണ് കാറൂൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ എലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സാമ്പത്തികമായി വളരെ പണക്കാരനായിട്ടുള്ള, ആ സമൂഹത്തിലെ വളരെ പണം കൊണ്ട് പിന്നെന്താണ് ഇന്നത്തെ കോർപ്പറേറ്റുകൾ എന്നൊക്കെ പറയുന്ന മാതിരി വളരെ പണം കൊണ്ട് ഫിറൗന്റെ കൂടെ നിന്ന ആളാണ്. ഈ കാറൂനെ കുറിച്ച് അള്ളാഹു പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിലെ ആളായിരുന്നു, പക്ഷെ പിന്നെ തെറ്റിയിട്ട് അങ്ങോട്ട് പോയ ആളാണ്. പിന്നെ 5ാമതൊരു വിഭാഗം പറയുന്നത് കൗമാണ്. കൗമ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഇവരെ കുറിച്ചും അള്ളാഹു വളരെ വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗമ് ഫിർഔൻ പറയുന്ന എല്ലാം കേട്ട് അന്ധമായി കേട്ട് ഫിർഔന്റെ കൂടെ നിന്ന ആൾക്കാരാണ് കൗമ്. അതുകൊണ്ട് തന്നെ മഹ്ശറയിൽ ഒരു രംഗം സൂറ യൂനിസിൽ 98-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫഔറദഹുമുൻ നാർ എന്നാണ്. ഫിർഔൻ എന്ത് ചെയ്യും? ഈ കൗമിനെ നരകത്തിലേക്ക് നയിക്കും എന്നാണ്. എന്നുവെച്ചാല് എങ്ങനെയാണോ ഭൂമിയിൽ ഫിർഔൻ ഇവരെ അന്ധമായി നയിച്ചത്, കൗമ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അന്ധമായി ഈ അധികാര ഘടനയെ അനുസരിച്ചുകൊണ്ട് കൂടെ നടന്നു. എന്ത് ചെയ്യും? മഹ്ശറയിലും ഫിർഔൻ തന്നെ എന്ത് ചെയ്യും? അവരെ നരകത്തിലേക്ക് നയിക്കും എന്ന് പറയാൻ പറ്റും. എന്തിനാണ് അള്ളാഹു ഈ പവർ സ്ട്രക്ചർ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ കുറിച്ച് നോക്കിയാലും എല്ലാ രാജ്യത്തെയും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പവർ സ്ട്രക്ചറാണ്. ഭരിക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു ഡീപ് സ്റ്റേറ്റും കോർപ്പറേറ്റുകളും ഒക്കെ. നിങ്ങൾ ഇന്ത്യ എടുത്ത് നോക്കുക, ഇന്ത്യയിൽ ഏതോ ഭരിക്കുന്ന ഒരു പാർട്ടി മാത്രമല്ല, ഇവിടെ അവിടുത്തെ ബിസിനസ്സുകാർ, അവിടുത്തെ പിന്നെ പ്രമാണിമാർ, ഇവരാണ് ഡിസിഷൻ എടുക്കുന്നത്. എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കുക, ഇസ്രായേലിനെ എടുത്ത് നോക്കുക. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ രാജ്യത്തും പിന്നെ രാജ്യത്തിനെയും നയിക്കുന്നത് ഈ കാലഘട്ടത്തിലും ഇവരാണ് എന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ഏത് അധികാരം കൊണ്ടുള്ള അനീതിയുടെയും പിറകിൽ ഒരാൾ മാത്രമല്ല, ഒരു പറ്റം ആൾക്കാരുടെ ഇൻഫ്ലുവൻസും കൂടി അതിലുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പം ഇതാക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ കൗമിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും മനുഷ്യന്മാര് ആരാണോ അധികാരത്തിലുള്ളത് സ്വയം ഒരു നിലപാടും ഇല്ലാതെ ആ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ വളരെ ദാരുണമായ ചിത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു അധികാരത്തിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുക. ഇത് പഠിപ്പിക്കാൻ കൂടി ആകാം അള്ളാഹു നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. ഖുർആന് പിന്നെ ഫിർഔന്റെ അധികാര പ്രശ്നം പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് നിരന്തരം എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഖുർആൻ നമുക്ക് മനസ്സിലാണെങ്കിൽ അതിന്റെ വാക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യസൂമൂനക്കും സൂ അൽ അദാബ്. യസൂമൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായി ട്രീറ്റ് ചെയ്യാനുള്ളതാണ് യസൂമൂനക്കും എന്ന് വെച്ചാൽ അധികാരത്തിനെ കുറിച്ച് പറയാനാണ്. അതുപോലെ അള്ളാഹു ഉപയോഗിക്കുന്ന നിരന്തരം ഫിർഔന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതാണ് ളുൽമ്, അതിക്രമം. അതേപോലെ തന്നെ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവർ. അതേപോലെ കാഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാധിപത്യം ഉള്ള ആള് എന്നുപയോഗിക്കുന്നുണ്ട്. ഇസ്തിക്ബാർ, അഹങ്കാരം. അതേപോലെ തന്നെ പിന്നെ സൂറ യൂനിസിൽ 83-ാമത്തെ ആയത്തിൽ എന്തുകൊണ്ടാണ് ഫിർഔന്റെ ജനത വിശ്വസിക്കാതിരുന്നത് എന്നതിന്റെ കാരണമായി അള്ളാഹ് പറയുന്നത് ഫമാ ആമനലി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, ചില യുവാക്കളല്ലാതെ മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്നില്ല. അലാ ഖൗഫിൻ മിൻ ഫിർഔന വ മലഇഹിം, എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? ഫിർഔനെ കൊണ്ടും അവന്റെ മലയിനോടുള്ള ഖൗഫ്, പേടി കൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു നമുക്ക് കാണാതെ അറിയുന്ന കുറെ സൂറ നാസിയാത്തിലൊക്കെ ഉപയോഗിക്കുന്ന താഗൂത്ത്. തഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിക്കാന്ന് മാത്രമല്ല
മനുഷ്യരുടെ മുകളിൽ കയറിയുന്നുകൊണ്ട് അതിക്രമിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ എന്ന് പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ ഈ ഖുർആൻ ക്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു പദം, ഒരു വാക്ക് ഒലുവാണ്. ഒലുവ്. ഈ ഒലുവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സുബ്ഹാനഹു വ തആല നമ്മൾ പറയില്ല അള്ളാഹുവിനെ, സുബ്ഹാനഹു വ തആല, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി. ഈ അഅലയിൽ നിന്ന് വരുന്നതാണ് ഒലുവ്. നിങ്ങൾ ഒലുവ് എന്നുള്ള വാക്ക് ഖുർആനിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അള്ളാഹിൻ്റെ ഒരു പേരാണ് അൽ അലി എന്നുള്ളത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഫിർഔന് വേണ്ടിയിട്ടാണ്. മൂന്നാമത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് ഇബ്ലീസിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒലുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തെ മറ്റുള്ളവരേക്കിൻ്റെ മുകളിൽ കാണുന്നതിനെയാണ് എന്ത് പറയുക, ഒലുവ് എന്ന് പറയുക. ഇത് അള്ളാഹിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അൽ അലിയാണ് അള്ളാഹു. മനുഷ്യർ ഒലുവ് ഉണ്ടാകുമ്പോൾ പ്രശ്നമാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? എന്ന് വെച്ചാൽ ഉലുവ് എന്ന് ഖുർആൻ പറയും സൂറ യൂനുസിൽ 83-ാമത്തെ ആയത്തില് ഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർള് എന്ന് പറയുന്നത്. ഫിർഔൻ എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് മുകളിൽ ഔന്നത്യം നടിക്കുന്നു. ഞാൻ തന്നെയാണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന ആള് എന്ന് പറയുന്നത്. സൂറ നാസിയാത്തില് ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്നാണ് പറയുന്നത്. റബ്ബുക്കുമുൽ അഅല, ഞാനാണ് എന്ത് റബ്ബ് മാത്രമല്ല റബ്ബുക്കുമുൽ അഅലയാണ് ഞാൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അള്ളാഹിന്റെ നാമം അൽ അലി എന്നുള്ളത് 24 തവണ അള്ളാഹു ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ആയത്തുകളാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും അള്ളാഹിന്റെ ഈ പേര് പറയുന്നുണ്ട്. വഹുവൽ അലിയുൽ അലീം എന്ന് ആയത്തുൽ കുർസിന്റെ അവസാനത്തിൽ വഹുവൽ അലിയുൽ അലീം, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്നതാണ്. അതുപോലെ സുബ്ഹാനഹു വ തആല, നമ്മൾ മലയാളികൾ ചിലപ്പം തെറ്റിയിട്ട് സുബ്ഹാനഹു വ തആല എന്ന് പറയും, സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് തരുന്നൊരു മെസ്സേജ് ഒലുബ് എന്ന് പറയുന്നത് ഔന്നത്യം, ഉയർച്ച, എല്ലാരേക്കാൾ മുകളിൽ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അള്ളാഹിൻ്റെ മാത്രമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. മനുഷ്യനുണ്ടാവേണ്ടത് അള്ളാന്റെ ഈ അലിയ് അല്ലെങ്കിൽ അള്ളാന്റെ ഈ ഉയർച്ച സമ്മതിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ ഹഷിയത്താണ് ഉണ്ടാവേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ അടുത്ത് പോയിട്ട് പറയുന്നത് വ അഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ എന്നാണ് പറയുന്നത്. ഞാൻ നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് തഖ്ഷ ഉണ്ടാക്കി തരാം. ഹഷിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ വലുപ്പം നമുക്ക് മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് ഹഷിയത്ത്. പേടിയല്ല എന്ന് വെച്ചാൽ സിംഹത്തിനോടുള്ള പേടിയല്ല ഹഷിയത്ത്. ഹഷിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വലുപ്പം നമുക്ക് ഉണ്ടാകുമ്പം നമ്മളെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഹഷിയത്ത് എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നാണ്. സുജൂദ് എന്താണ്? സുജൂദ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അഹങ്കാരവും വലുപ്പവും അള്ളാന്റെ മുന്നിൽ ഒന്നുമല്ലാതെ ആക്കി സമർപ്പിച്ച് ഇല്ലാതെ ആകുന്ന പൊസിഷനാണ് സുജൂദ്. ആ സുജൂദിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത് അഅല എന്നുള്ളതാണ്. അള്ളാന്റെ അഅല എന്നുള്ളത് എന്നതാണ് പറയുന്നത്. അപ്പൊ ഖുർആന് ഫിർഔനെ വിമർശിക്കുമ്പം ഫിർഔനെക്കോട് വിമർശിക്കാൻ കാരണം നീ ദൈവത്തെക്കാൾ വലിയ ഒരാളാകുന്നതിന് ഉപയോഗിക്കുന്നതായിട്ട് ഒലുവ് എന്ന് ഉപയോഗിക്കുന്നതാണ് കാണാൻ പറ്റും. ഇനി ഇന്നത്തെ ആയത്തില് അള്ളാഹ് ഏത് 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്? അൽ അസീസും അൽ ഖദീറുമാണ് ഉപയോഗിക്കുന്നത്. ഫിർഔനെ കുറിച്ച് പറയുമ്പം അള്ളാഹ് ഉപയോഗിച്ച പദം അള്ളാഹിനെ തോൽപ്പിക്കാൻ കഴിയാത്ത അള്ളാഹിന്റെ ശക്തിയായ അൽ അസീസും അള്ളാഹിന്റെ എല്ലാത്തിനും കഴിവുള്ള അൽ ഖദീറുമാണ് ഉപയോഗിച്ചത് എന്ന് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലെ? എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് തരുന്ന പാഠം. നമ്മളായാലും നമ്മുടെ മുസ്ലിങ്ങളായാലും മുസ്ലിം പേരായാലും നിങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഈ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അധികാരം നമ്മളെ ദുഷിപ്പിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്, അധികാരം വല്ലാതെ ആയി കഴിഞ്ഞാൽ സത്യം കാണാൻ കഴിയില്ല നമുക്ക്. നമ്മളെ അധികാരം ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ. മൂന്നാമത്, നമുക്ക് അമിത ആത്മവിശ്വാസം അധികാരം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഫിർഔൻ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കേണ്ടത് അധികാരമുള്ള ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. നമ്മൾ പല സ്ഥലത്തും അധികാരമുള്ളവരാണ്. നമ്മൾ വീട്ടിൽ അധികാരമുള്ള ആളാണ്. നമ്മൾ കമ്പനികളിൽ അധികാരമുള്ള ആൾക്കാരാണ്. നമ്മൾ പല സ്ഥലത്തും നമ്മുടെ മക്കളെ മുന്നിൽ നമ്മൾ അധികാരമുള്ള ആൾക്കാരാണ്. ഈ അധികാരം കൊണ്ട് നമ്മളൊരു അമിത ആത്മവിശ്വാസം നമ്മൾക്ക് ഉണ്ടാക്കും. അതേപോലെ തന്നെ അടിച്ചമർത്തൽ നമ്മൾ അധികാരം കൊണ്ട് നടത്താൻ സാധ്യതയുണ്ട്. കുറച്ചു പേരുടെ ഇഷ്ടങ്ങൾ നടക്കും. അതേപോലെ തന്നെ അള്ളാഹു ഫിർഔന്റെ അധികാരത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യുമ്പം
ഖുർആൻ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം അധികാരവും രാഷ്ട്രീയവും ഒക്കെ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നും കൂടി ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മതത്തിൻ്റെ ആളാണ്, അധികാരവും രാഷ്ട്രീയമൊക്കെ മറ്റുള്ളവർ കൈകാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ കൗമാണ് ആകാൻ പോകുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് വിശ്വാസത്തിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകം അധികാരമാണ്. അധികാരമുള്ളവൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോലും ഇരുന്നിട്ട് മര്യാദയ്ക്ക് നിസ്കരിക്കാൻ, ഒരു പള്ളി പോലും ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ ഹിജാബിന്റെ വിഷയം നിങ്ങൾ കാണുന്നുണ്ട്. പല രീതിയിൽ പല സ്ഥലങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ഒരു സെക്യുലർ അൾട്രാ സെക്യുലറിസത്തിന്റെ അധികാരം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വന്തം വ്യക്തി അവകാശം പോലും അധികാരം നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ, അതിനെ പിന്നെ നോക്കേണ്ടതുപോലെ നോക്കിയിട്ടില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ ഫിർഔന്റെ ഒരു കൗം എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്? ഹൗഫ് എന്നുള്ളത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഈ അനീതിയെ എതിർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതും അതാണ്. എന്താണ്? അർസിൽ മാന ബനി ഇസ്രായേൽ, എൻ്റെ കൂടെ ബനി ഇസ്രായേലിനെ വിട്ടുതരും എന്തിനാണ് ഒരു പ്രവാചകൻ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് വിചാരിക്കുന്ന തരത്തിലൊരു മത വ്യക്തിത്വമാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഫിറൗന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്ത്? നീ 5 നേരം നിസ്കരിക്കുക ഫിറൗനെ. അത് പറയുന്നുണ്ട്. അത് പറഞ്ഞതോടൊപ്പം പറയുന്നത് നീ എന്ത് ചെയ്യരുത്, ഈ ആദിവാസികളെ, ഈ ദലിതുകളെ, ഈ ആകെ ഉള്ള ആൾക്കാരെ നീ എന്ത് ചെയ്യരുത്, അടിച്ചമർത്തരുത്, അവരെ നീ എന്ത് ചെയ്യരുത്, അടിച്ചമർത്തുന്നത് പറയുന്നതും ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് കാണാൻ പറ്റും. സൂറ ഖസസിൽ 5-ാമത്തെ ആയത്തില് അള്ളാഹു ഫിർഔന്റെ ബനൂ ഇസ്രായേലിനോടുള്ള ഈ അടിച്ചമർത്തൽ പറഞ്ഞതിന് ശേഷം ഇസ്ലാമിന്റെയും അള്ളാഹിന്റെയും ഒരു ലക്ഷ്യം പറയുന്നുണ്ട്. വളരെ നമ്മൾ പിന്നെ സൂറ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറേ ആയത്തുകൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പുറകിൽ BGM ഒക്കെ ഇട്ടിട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പറയാൻ മാത്രം ശക്തിയുള്ള പവറുള്ള ആയത്തുകളാണ്. ഇതിൽ അള്ളാഹ് പറയാണ്, വനുരീദു, അള്ളാഹ് ഉദ്ദേശിക്കുന്നു, അന്നമുന്ന അലല്ലദീന ഉസ്തുളൈഫു ഫിൽ അർള്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിനെ പ്രത്യേകമായി സെലക്ട് ചെയ്യണം എന്ന് നാം ഉദ്ദേശിക്കുന്നു. വനജഅല്ലഹും അഇമ്മതൻ വനജഅല്ലഹും വാരിസീൻ, അവരെ ഭൂമിയിലെ നേതാക്കന്മാരാക്കണം എന്ന് നാം ഉദ്ദേശിക്കുന്നു. ആരാ പറയുന്നത്? പടച്ചോനെ പറയുന്നത്. എവിടെ പറയുന്നത്? ഖുർആൻ ആകുന്ന മതഗ്രന്ഥത്തിലാണ് പറയുന്നത്. ഒരു സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെ ആ സമൂഹത്തിന്റെ നേതാക്കളാക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിധിയങ്ങൾ എന്താണ് കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ വിഷയം. എന്ന് വെച്ചാൽ ഫിർഔന്റെ ഏറ്റവും കൂടുതൽ അള്ളാഹ് ഫോക്കസ് ചെയ്യുന്ന വിഷയം അധികാരമാണ്. അവൻ അധികാരം കൊണ്ടുള്ളതാണ്, നമുക്കുള്ള പാഠങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് പറഞ്ഞതിന് ശേഷം, അല്ലെ ഇത് പറഞ്ഞതിൻ്റെ കൂടെ അധികാരത്തോടും ഇങ്ങനെ തെറ്റായ അധികാരത്തോടും ഒരു വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അള്ളാഹു 3 ശക്തമായ ഉദാഹരണങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. 3 ഉദാഹരണങ്ങൾ. ഈ 3ഉം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് വായിക്കേണ്ടുന്ന 3 ഉദാഹരണങ്ങളാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ ഹമാസ്, പിന്നെ ഇസ്രായേൽ, ഫലസ്തീനൊക്കെ വായിക്കുമ്പോൾ, ഇന്ത്യയിലെ സാഹചര്യം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പാഠം തരുന്ന 3 ഉദാഹരണങ്ങൾ അന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അധികാരത്തെ തെറ്റായി ഉപയോഗിക്കുകയും ഉടൻ തന്നെ അതിൻ്റെ ശരിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയിലെ ഒരാളെ ആയിട്ട് മറ്റേ കൗമിലെ ഒരാൾ പിന്നെ അടികൂടിയപ്പം മൂസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഒരടി കൊടുക്കുകയും അയാൾ മരിക്കുകയും ചെയ്യും. എന്തിനാണ് അള്ളാഹു നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാം തനിക്കുണ്ടായിരുന്ന ആ സമയത്തെ ശക്തിയും അധികാരവും തെറ്റായി ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണമാണ് അത്. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറയാണ് സൂറ ഖസസിൽ 15-16 ആയത്തില്, കാല ഹാദാ മിൻ അമലി ഷെയ്ത്താൻ, ഇതെന്താണ്? ഷെയ്ത്താന്റെ അമലാണ്, എനിക്ക് എന്തോ പറ്റിപ്പോയതാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇന്നഹു അദുവ്വും മുദില്ലും മുബീൻ, എന്നിട്ട് പറയാണ് കാല റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർലി എന്നാണ് പറയുന്നത്. പടച്ചവനെ, ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി നാഥാ, എനിക്ക് പുറത്തു തരണേ. അധികാരത്തോടുള്ള ശരിയായ നിലപാട് ഇതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം നമ്മളിൽ നിന്നും തെറ്റായി ഉപയോഗിച്ചു പോകുമ്പോൾ നമ്മുടെ കുട്ടികളോടായാലും നമ്മുടെ പിന്നെ ഇണകളോടായാലും എവിടെയായാലും ചിലപ്പോൾ നമ്മളിൽ നിന്നും തെറ്റായിട്ട് ഇത് വരും. അപ്പം തന്നെ തൗബ ചെയ്യുക എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാം വരുന്ന പാഠമാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. കാല റബ്ബി ബിമാ അൻഅംത അലയ്യ, നീ എന്നെ അനുഗ്രഹിച്ചതിനാൽ ഫലൻ അക്കൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, ഞാൻ ഇനി ഒരിക്കലും മുജ്രിമീങ്ങളുടെ കൂട്ടത്തിൽ പെടില്ല നാഥ എന്ന് പറയാം. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം
അധികാരം ഉള്ളപ്പോൾ നമ്മൾ എന്ത് നിലപാട് എടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ഇൻസിഡന്റിന് തൊട്ടുടനെ ഏതാ ഇൻസിഡന്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? ഈ ഇൻസിഡന്റിന് തൊട്ടുടനെ മദിയനിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം പോകുന്നതാണ്. അവിടെ പോയിട്ട് ദുർബലരായ 2 സ്ത്രീകളെ സഹായിക്കുന്ന എക്സാമ്പിളാണ് അള്ളാഹു പറയുന്നത്. എന്താ പറയുന്നത്? കാലമാ ഹത്തുബുക്കുമാ, എന്ന മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ പ്രശ്നം? ആ സ്ത്രീകളോട് ചോദിക്കുകയാണ്. അവർ പറയാണ്, ലാ തസ്കി ഹത്താ യുസ്ദിറ റിആ, ഈ കുറെ ആൾക്കാർ വെള്ളം എടുത്ത് കഴിയുന്നത് വരെ നമുക്ക് വെള്ളം എടുക്കാൻ കഴിയില്ല, അതാണ് അവരുടെ പ്രശ്നം. എന്നിട്ട് അവർ പറയാണ്, വ അബൂന ഷെയ്ഖുൻ കബീർ, നമ്മുടെ പിതാവാണെങ്കിൽ വളരെ വൃദ്ധനാണ് എന്ന് പറയാണ്. 2 ദൗർബല്യമാണ് അവരോട് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്യുന്നത്? തൻ്റെ അധികാരം കഴിവിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് നമുക്കുള്ള പാഠം, അധികാരം ഇല്ലാത്തവനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പാഠമാണ്. 3, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ട, നമ്മളെ കരയിക്കേണ്ടുന്ന, നമ്മളെ ശരിക്കും കോരിത്തരിപ്പിക്കേണ്ടുന്ന അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആഴത്തിൽ നമുക്ക് കുറേ പാഠങ്ങൾ തരുന്നതാണ് മൂസാ നബി അലൈഹി സ്വലാമും അള്ളാഹുമായിട്ടുള്ള ബന്ധം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖുർആനോട് പോലും ഇഷ്ടം തോന്നുന്ന ഈ ബന്ധമാണ്. മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഫിർഔനെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ. മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനാണ്, പിന്നെ ഭയങ്കര ഹീറോയിക്കാണ്, എങ്ങനെയൊന്നുമല്ല അള്ളാഹു ഖുർആനിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ത്യാഗവും സഹനവും നമ്മൾ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, പേടിയാണ് നാഥ, അവനെങ്ങാണ് കൊന്നു കളഞ്ഞാലോ. ഇതാണ് പച്ചയായ മനുഷ്യൻ. എന്നിട്ട് അള്ളാഹ് പറയാണ്, കാല സനശുദ്ധു അലുദക ബി അഖീക, നിനക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? നിന്റെ സഹോദരൻ ഹാറൂനെ കൊണ്ട് ശക്തി പകരുന്നു എന്നുള്ളത്. രണ്ടാമത്, ഖുർആനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയത്തുകളിൽ ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പോവാൻ പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയാണ്, കാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈന ഔ അൻ യത്അ. രണ്ടുപേരും പറയാണ്, ഹാറൂൻ നബി അലൈഹി സ്വലാം, പടച്ചവനെ നമുക്ക് പേടിയാണ് നാഥ, പടച്ചവനെ നമുക്ക് പേടിയാണ് നാഥ. അള്ളാഹ് പറയാണ്, കാല ലാ തഖാഫ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, ഇന്നനി മഅകുമാ അസ്മഅ വ അറ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അസ്മഅ വ അറ, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാം തരുന്ന മൂന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാകും എന്നുള്ളതാണ്. മനുഷ്യനാണ്, പേടിയാകും. ദൗർബല്യം നമ്മൾ അനുകരിക്കും. അധികാരികൾ പേടിപ്പിച്ചാൽ നമ്മൾ പേടിക്കും, അത് പ്രശ്നമല്ല, മനുഷ്യനാണ്. ആ പേടി അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം പറഞ്ഞ് അവൻ്റെ കാവലിൽ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കുന്നിടത്താണ് മൂസാ നബി അലൈഹി സ്വലാമായിട്ട് നമ്മൾ മാറുന്നത്. രണ്ടാമത്, ഖുർആന്റെ വളരെ ശക്തമായ ഒരു ഉദാഹരണം സാഹിറുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാലവിദ്യക്കാർ നമുക്കറിയാം എന്താണ്. മൂസാ നബി അലൈഹി സ്വലാം അവിടെ ജാലവിദ്യ നടത്തുന്നുണ്ട്. ഈ ജാലവിദ്യക്കാർ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ പ്രഖ്യാപിക്കുന്ന കുറേ പ്രഖ്യാപനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ നമുക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഇവരുടെ നിന്നാണ്. അവർ പറയാണ്, ഖാലു ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്. ഫിറൗൻ പറയും, നിങ്ങളെ കയ്യും കാലൊക്കെ ഞാൻ 2 ഭാഗത്തും ഇരുത്തിട്ട് കൊന്നുകളയും എന്ന് പറയും. അവർ പറയാണ്, ഞങ്ങൾ ഒരിക്കലും സത്യത്തിന് മുകളിൽ നിനക്ക് പ്രിഫറൻസ് തരുന്നില്ല. സത്യം നമ്മളെ കയ്യിൽ വന്നു, നിനക്ക് ഒരു തരത്തിലും അതിന് മേലിൽ നമ്മൾ മുൻഗണന നൽകുന്നില്ല. ഫഖ്ലിമാ അൻത ഖാൽ, നീ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ. ഒരു BGM പുറത്ത് ബാക്കിൽ നിന്ന് വരണം. ഫഖ്ലിമാ അൻത ഖാൽ, നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ നീ ചെയ്തോ. ഇന്നമാൻ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ആകെക്കൂടെ ഈ ഭൂമിയിൽ മാത്രമാണ്. ഇതാണ് ഒരു വിശ്വാസി. ഞാൻ നമ്മളെ കുറിച്ചൊക്കെ ആലോചിച്ചു നോക്കുക, നമ്മളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്. അള്ളാഹ് പഠിപ്പിക്കുകയാണ്, എന്ത് നീ എന്താച്ചാ ചെയ്തോ, ആകെക്കൂടെ നിനക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ഈ ഇട്ടാവട്ടം ഭൂമിയിലാണ്, പരലോകത്ത് നിന്നെ കണ്ടോളാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. രണ്ടാമത് അവർ പറയാണ്, വല്ലാഹു ഖൈറും വ അബ്ഖ, അള്ളാഹുവാണ് ഖൈറ് എന്ന് മാത്രമല്ല അവനാണ് എന്നെന്നും നിലനിൽക്കുന്നവൻ. മൂന്നാമത് അവരുടെ പ്രഖ്യാപനമാണ്, കാലു ഇന്ന ഇല റബ്ബിന മുൻകലിബൂൻ. നമ്മൾ കാറിലൊക്കെ പോകുമ്പം വെറുതെ ഇങ്ങനെ ഒരു ഹവേൽ പറഞ്ഞു പോകുന്ന സാധനമാണ്. കാലു ഇന്ന ഇല റബ്ബിന മുൻകലിബൂൻ, ഞങ്ങൾ തിരിച്ചു പോകേണ്ടത് ആരുടെ അടുത്തേക്കാണ്? അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. പിന്നെ എന്തിനാ നിന്നെ പേടിക്കേണ്ട ആവശ്യം? റബ്ബന അഫ്രി അലൈന സ്വബ്റൻ,
പടച്ചോനെ സൊബർ ക്ഷമ തരണേ, വതവഫന മുസ്ലിമീൻ, ഇനി ഇവൻ കൊന്നാൽ തന്നെ വതവഫന മുസ്ലിമീൻ, മുസ്ലിങ്ങളായിട്ട് മാത്രം നമ്മളെ മരിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവർക്ക് സത്യം മനസ്സിലാക്കി കഴിയുമ്പം അവർ ചെയ്യുന്നത് എന്താണ്, അതും വളരെ പ്രസക്തമാണ്. ഉൽക്കിയ സഹറത്തു സാജിദീൻ എന്നാണ്, സുജൂദാണ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റ് സമൂഹങ്ങളുടെ കഥയിൽ എവിടെയും നമുക്ക് സുജൂദിനെ കാണാൻ കഴിയില്ല. ഈ കഥയിൽ അധികാരമുണ്ട്, ഈ കഥയിൽ സ്വേച്ഛാധിപത്യമുണ്ട്, ഈ കഥയിൽ പേടിപ്പിക്കലുണ്ട്. ആ പേടിപ്പിക്കുന്നിടത്താണ് അള്ളാഹ് പറയുന്നത് എന്ത്, അവർക്ക് വിശ്വാസം പൂർത്തീകരിക്കുമ്പം അവർ ചെയ്യുന്നത് സുജൂദാണ്. എന്ന് പറഞ്ഞാൽ സുജൂദ് എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതോ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് ആരെയോ ആലോചിച്ചിട്ട് ഏതോ ഒരു വളരെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തല ഇങ്ങനെ കുടിഞ്ച് കിടക്കുന്നതിന്റെ പേരല്ല എന്ത്, സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്ക് മുന്നിലും എൻ്റെ തല കുനിക്കുകയില്ല, പടച്ചവന്റെ മുന്നിൽ മാത്രമേ കുനിക്കുകയുള്ളൂ എന്ന് 5 നേരം നമ്മൾ ചെയ്യുന്നതിന്റെ പേരാണ്. ഇത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഒരു ശക്തിയുടെ മുന്നിലും നമ്മൾ ഇടറൂല, എല്ലാ ശക്തിക്ക് മുന്നിലും ആർജവത്തോടു കൂടി നമുക്ക് നിൽക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുജൂദിന് നമ്മൾ പറയുന്നതും എന്താണ്, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി. മൂന്നാമത് എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാമത് എനിക്ക് ഖുർആൻ ഒരൊറ്റ ആയത്തിലൂടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സ്ത്രീയാണ് ഫിർഔന്റെ ഭാര്യ. ഒരൊറ്റ ആയത്തുള്ളൂ, പക്ഷെ ആ ആയത്ത് മതി, ഒരൊറ്റ പ്രയോഗമുള്ളൂ, അത് മതി. എന്താണ് അള്ളാഹ് പറയുന്നത് സൂറത്ത് തഹ്രീമിൽ, ആമനു എന്നാണ്. നമ്മൾ പറയുന്നില്ലേ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നൊക്കെ. ആമനു, ആണുങ്ങളും എല്ലാ പൗരുള്ള വൻ സംഭവങ്ങളായ ആണുങ്ങൾ എല്ലാവർക്കും ഉദാഹരണമായിട്ട് അള്ളാഹ് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആരാണ് ആ സ്ത്രീ? ഇമ്രഅത്ത ഫിർഔൻ. ആരാണ്? ഫിർഔന്റെ ഭാര്യ. എന്തുകൊണ്ടാണ്? ഇത് കാലത്ത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതം ഫിൽ ജന്ന എന്നാണ്, ഒറ്റ പ്രയോഗമാണ്. എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും ക്രൂരനായ അടിച്ചമർത്തുന്ന ഒരാളുടെ വീട്ടിൽ തന്നെ ഒരു വിശ്വാസി ഉണ്ടാകുക, അതൊരു സ്ത്രീയുമാകുക, ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും. എന്നിട്ട് ആ സ്ത്രീ ഉറച്ചു നിൽക്കുക. ആ സ്ത്രീ അടിച്ചമർത്തപ്പെടുമ്പം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പടച്ചവനെ ഇതൊക്കെ ഓക്കെ ഞാൻ സഹിച്ചോളാം, സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ നാഥ എന്നുള്ളതാണ്. നമുക്ക് സ്വർഗത്തിലെ വീടിനെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും. സ്വർഗത്തിലെ ഒരു വീടിനെ കുറിച്ചുള്ള സ്വപ്നം കൊണ്ട് അടിച്ചമർത്തൽ താങ്ങുന്ന ഒരു സ്ത്രീ. ഇതാണ് ചരിത്രം. എന്നിട്ട് അവർ പറയാണ്, വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചോനെ ഈ ടീംസിന്റെ ഈ എല്ലാ അധികാരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ഈ 3 ഉദാഹരണങ്ങൾ മാത്രം ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒന്നും കൂടെ പോയിട്ട് ഇത് വായിക്കണം. എന്താണ് നമുക്കുള്ള പാഠം ഇവർ 3 പേരും തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നാം അധികാരത്തിലുള്ളപ്പോൾ മുസ്ലിം ആകുക. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാഠമാണ്. നിങ്ങൾ ഓഫീസിലായാലും വീട്ടിലായാലും നമുക്ക് അധികാരമുള്ളപ്പോൾ നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമായി മാറണം. നമുക്ക് അധികാരത്തിൽ പിഴവുകൾ വരുമ്പം അത് അള്ളാഹിനോട് സമ്മതിച്ച് തൗബ ചെയ്യണം. എപ്പോഴാണോ നമുക്ക് പിഴവ് തോന്നുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ തുടങ്ങും. മൂന്നാമത്, നമുക്ക് അധികാരമുള്ളപ്പോൾ ഇല്ലാത്തവനെ നമ്മൾ സഹായിക്കണം, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ. അധികാരം ഭയപ്പെടുത്തും, ആദർശം ഒഴിവാക്കാൻ നമ്മളോട് പറയും, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ പോലെ. പേടിയുണ്ടാകൽ സ്വാഭാവികമാണ്, പ്രവാചകന്മാർ പേടിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം, അള്ളാഹിനോട് പറയാ, അള്ളാഹിനോട് ഇങ്ങനെ പടച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഫോർമാലിറ്റിയിൽ പടച്ചവനെ പേടിയാകുന്നു നാഥ. ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്. അവന്റെ കാവലിൽ ആത്മവിശ്വാസം ഉണ്ടാകണം. ഇത് വേറെയാണ്. അസ്മഉ വ അറ, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അവന് കൂടെ ഉണ്ട് എന്ന് വെറുതെ വായിച്ചാൽ പോരാ, കൂടെ ഉണ്ട് എന്ന് ഈമാൻ ഉണ്ടാവണം. അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യണം. അതാണ് ആ സാഹിർ, ജാലവിദ്യക്കാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആദർശത്തെക്കാൾ അധികാരത്തിന് മുൻഗണന കൊടുക്കരുത്, ആദർശത്തെക്കാൾ അധികാരത്തിന് ഒരിക്കലും മുൻഗണന കൊടുക്കരുത്. അതാണ് സാഹിറുകൾ ചെയ്തത്. തിരിച്ചു പോകേണ്ടത് അവൻ്റെ അടുക്കലാണ് എന്ന ഈമാൻ ഉണ്ടായാൽ ഒരു ഭയവും നമുക്ക് ഉണ്ടാവുകയില്ല. ക്ഷമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അധികാരം പേടിപ്പിക്കുമ്പം ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ ലോകത്ത് മാത്രമേ മാക്സിമം വന്നാൽ ഒരാൾക്ക് നമ്മളെ അടിച്ചമർത്താൻ കഴിയുള്ളൂ എന്ന ഈമാൻ നമുക്ക് ഉറച്ചായിട്ട് ഉണ്ടാകുക. ഏറ്റവും അവസാനം ആസിയ ബീവി എന്ന പേര് ഖുർആൻ ഉപയോഗിക്കുന്നില്ല, ഫിറൗന്റെ ഭാര്യ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ഓരോ കോണിനെ കുറിച്ചും മനസ്സിലൊരു സ്വപ്നം ഉണ്ടാകുക. സ്വർഗത്തിലെ ഓരോ പുഴയിലെ വെള്ളത്തിനെ കുറിച്ചും നമ്മുടെ മനസ്സിൽ വളരെ സുന്ദരമായൊരു പിക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നഷ്ടവും ഇവിടുത്തെ ഒരു പേടിപ്പിക്കലും നമ്മളെ പിന്നോട്ടടുപ്പിക്കുകയില്ല. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവനെ മാത്രം പേടിക്കാനും അവൻ്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യാനുമുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ എല്ലാ ഭയപ്പെടുത്തലുകൾക്ക് മുന്നിലും ആർജവത്തോടു കൂടി
അവനെ മാത്രം ഉയർത്തിക്കൊണ്ട് നിൽക്കാനുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പഠിച്ചവൻ ഏതെങ്കിലും സന്ദർഭത്തിൽ പേടി കൊണ്ട് ആദർശത്തിന് അഡ്ജസ്റ്റ്മെൻറ്റുകളും വീഴ്ചകളും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ പോലെ അള്ളാഹിനോടുള്ളൊരു ഇഷ്ടം അള്ളാഹു നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.